BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഹൈക്കോടതി വിധി ഫലം കണ്ടു തുടങ്ങി. മട്ടാഞ്ചേരിയിലെ ജല മെട്രോ ടെർമിനൽ നിർമ്മാണം കട്ടൌട്ട് ബോർഡ് സ്ഥാപിച്ച് വേഗത്തിലാക്കി അധികൃതർ. നാട്ടുകാർക്ക് ഓണസമ്മാനമായി മട്ടാഞ്ചേരി ടെർമിനൽ സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് KMRL. ജല മെട്രോ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ചതാണ് മട്ടാഞ്ചേരി ടെർമിനൽ. പദ്ധതി പ്രകാരം ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ആദ്യ ചിട്ടികളിൽ ഒന്നായിരിക്കും മട്ടാഞ്ചേരി ടെർമിനൽ എന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ വിവിധ കേന്ദ്രങ്ങളിൽ ടെർമിനലുകൾ പൂർത്തീകരിച്ച് സർവീസുകൾ നടന്നിട്ടും മട്ടാഞ്ചേരിയിൽ നിർമ്മാണം തുടങ്ങിയത് തന്നെയായിരുന്നു. കരാറുകാരൻ തുകയുമായി മുങ്ങിയതാണ് ആദ്യ പ്രശ്നമായത്. വീണ്ടും വിവിധ കാരണങ്ങളാൽ പദ്ധതി ഏതാണ്ട് നിലച്ചമട്ടായിരുന്നു. ജനകീയ സമരങ്ങൾ പലതും നടന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഇതേ തുടർന്നാണ് TK അഷ്റഫ്, ജുനൈദ് സുലൈമാൻ, പ്രവീൺ ചന്ദ്രൻ എന്നിവർ ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. 2023 സെപ്റ്റംബർ 20 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ടെർമിനൽ 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ഉത്തരവിട്ടു. 3 മാസം ടെൻഡർ നടപടിക്കും 9 മാസം നിർമ്മാണത്തിനും എന്ന നിർദ്ദേശമാണ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഹൈക്കോടതിയുടെ ഈ ഉത്തരവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കൗണ്ട് ഔട്ട് ബോർഡുമായി ഊർജിതമാക്കിയിരിക്കുന്നത്. അതുപ്രകാരം സെപ്റ്റംബർ 19 നിർമ്മാണം പൂർത്തീകരിക്കണം. പുതിയ കരാറുകാരനായി നിർമ്മാണവും ദ്രുതഗതിയിലായി സെപ്റ്റംബർ 4 നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കൗണ്ട് ഡൗൺ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ വഴി കാക്കനാട് സ്വദേശിയായ വ്യവസായിയുടെ ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ പിടികൂടി. മധ്യപ്രദേശിലെ ഇൻഡോർ ദ്വാരകപുരിയിൽ നിന്നാണ് പ്രതി അതുൽ രാജിനോടിനെ കൊച്ചി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നിക്ഷേപം നടത്തിയാൽ ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്ത് വാട്സ്ആപ്പ് വഴിയും ഫോണിലൂടെയും കാക്കനാട് സ്വദേശിയെ മെസ്സേജുകൾ വഴി നിരന്തരം ബന്ധപ്പെട്ട് മോഹന വാഗ്ദാനം നൽകി ആകർഷിച്ച് പണം തട്ടിയെന്നാണ് കേസ്. എറണാകുളം നഗരത്തിൽ വ്യാജ കമ്പനി തുടങ്ങി ബാങ്ക് അക്കൗണ്ടുകൾ വഴി നിരവധി പേരുടെ പണം തട്ടിയ മലയാളിയായ ഷാഫി എന്ന പ്രതി സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുൻപ് തൃശൂരിൽ നിന്നും കൊച്ചി സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെയും കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ A. ജയകുമാറിന്റെ മേൽനോട്ടത്തിൽ അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്യാംകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത് രാജ്, R. അരുൺ, നിഖിൽ ജോർജ്, ബിന്ദു സദൻ എന്നിവരാണ് അന്വേഷണം നടത്തിയത്. സൗദി സെന്റ് ആന്റണി സ്കൂളിന് സമീപം കടയിൽ കയറി കട നടത്തിപ്പുകാരനായ മൂലംകുഴി കരുവേലിപ്പറമ്പിൽ ബിനോയ് സ്റ്റാൻലിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. മുണ്ടവേലി അത്തിപ്പൊഴിയിൽ പുത്തൻപാടത്ത് വീട്ടിൽ അലൻ ജോസിനെയാണ് തോപ്പുംപടി പോലീസ് പിടികൂടിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ വ്യാഴാഴ്ച ഉച്ചയോടെ അത്തിപ്പൊഴി ഭാഗത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച വൈകിട്ട് 7:45 കൊലപാതകം. കടയിലെത്തിയ അലൻ ബിനോയെ കത്തിയുപയോഗിച്ച് തുടരെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കടയിൽ മറ്റാരുമില്ലാത്ത സമയത്താണ് ഇയാളെത്തിയത്. പുറത്ത് നല്ല മഴയായതിനാൽ സംഭവം ആരും അറിഞ്ഞില്ല. രക്തം കടയുടെ പുറത്തേക്ക് ഒഴുകി വന്നത് ശ്രദ്ധയിൽപ്പെട്ട വഴിയാത്രക്കാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കുന്നുകര പഞ്ചായത്തിൽ ടാറിങ്ങും അറ്റകുറ്റപ്പണിയും നടത്തിയ റോഡുകളിൽ ജൽജീവൻ പദ്ധതിക്കായി നിർമ്മിച്ച കുഴികൾ ശാസ്ത്രീയമായി മൂടാത്തതിനാൽ നാട്ടുകാർ ദുരിതക്കയത്തിൽ. നിത്യേന എന്നോണം അപകടങ്ങളും പൊടിശല്യവും മൂലവും ജനജീവിതം ദുസ്സഹമാണ്. ബന്ധപ്പെട്ട അധികാരികളെ നിരന്തരം അറിയിച്ചിട്ടും പരിഹാരം കാണുന്നില്ലെന്നാണ് ആക്ഷേപം. നേരിട്ട് രേഖാമൂലം പരാതി നൽകിയാൽ മാത്രമേ നടപടിയെടുക്കാനാകൂവെന്നായിരുന്നു അധികൃതരുടെ ന്യായം. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും കുന്നുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളും പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജലജീവൻ പദ്ധതിയുടെ ഓഫീസിൽ നേരിട്ടെത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധുവിന് പരാതി നൽകുകയായിരുന്നു. ചർച്ചയിൽ 7 ദിവസത്തിനകം പരാതിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് അധികൃതർ ഉറപ്പ് നൽകിയത്. അതേസമയം സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് നടപടി സ്വീകരിക്കാതിരിക്കുകയോ പരാതി അവഗണിക്കുകയോ ചെയ്താൽ നാട്ടുകാരെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നാണ് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മത്സരയോട്ടത്തെ തുടർന്ന് 2 ബസ്സിലെ ജീവനക്കാർ ബസ്സിനുള്ളിൽ ഏറ്റുമുട്ടി. സംഘർഷത്തെ തുടർന്ന് പേടിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ്സിൽ നിന്നിറങ്ങിയോടി.
ഇന്നലെ രാത്രി 8 നേവൽ ബേസിന് സമീപമാണ് സംഭവം. ഫോർട്ട് കൊച്ചി കാക്കനാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഇനിഷ ബസും ഫോർട്ട് കൊച്ചി ചിറ്റൂർ റൂട്ടിൽ ഓടുന്ന പൊറ്റക്കാട് ബസുമാണ് ഫോർട്ട് കൊച്ചി മുതൽ മത്സരയോട്ടം നടത്തിയത്. ഒടുവിൽ നേവൽ ബേസിന് സമീപത്തെത്തിയപ്പോൾ ഇനിഷ ബസ് ജീവനക്കാർ പൊറ്റക്കാട് ബസ്സിൽ കയറുകയും ഇരു ബസ്സിലെ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുകയുമായിരുന്നു. സംഭവത്തിൽ ഇനിഷ ബസ്സിലെ കണ്ടക്ടർ അനസിനും പൊറ്റക്കാട് ബസ്സിലെ ഡ്രൈവർ അനൂപിനും പരിക്കേറ്റു. അനസിനെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും അനൂപിനെ എറണാകുളം ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഹാർബർ പോലീസ് കേസെടുത്തു. എറണാകുളം ജില്ലയിൽ അന്തർസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കഴിയുന്ന ലേബർ ക്യാമ്പുകളിൽ പരിശോധന നടത്താതെ അധികൃതർ. 100 കണക്കിന് ലേബർ ക്യാമ്പുകളിലാണ് ജില്ലയിലുള്ളത്. കോവിഡ് കാലത്ത് ക്യാമ്പുകളെക്കുറിച്ച് വിവരശേഖരണം നടത്തുകയും ഭക്ഷ്യധാന്യം വിതരണം നടത്തുകയും ചെയ്തിരുന്നു. കോവിഡ് കഴിഞ്ഞതോടെ പലരും നാട്ടിലേക്ക് പോവുകയും പുതുതായി പലരും എത്തുകയും ചെയ്തു. ഏതാനും വർഷം മുൻപ് ഇവർ ജോലി നോക്കുന്ന സ്ഥാപനങ്ങളിലെ ഉടമകൾ തൊഴിലാളികളുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഫോട്ടോയും സ്റ്റേഷനിൽ നൽകുമായിരുന്നു. ആദ്യമൊക്കെ രജിസ്ട്രേഷൻ ഫലപ്രദമായി നടന്നെങ്കിലും പിന്നീട് മുടങ്ങി. കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പോലീസ് ഇവരെ അന്വേഷിച്ച് ഇറങ്ങുന്നത്. സർക്കാർ വക മദ്യവിൽപ്പനശാലകളിൽ നിന്ന് മദ്യം വാങ്ങി ചില്ലറ വിൽപ്പന നടത്തുന്നവരും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നവരും കൊലപാതക കേസുകളിലെ പ്രതികളെ വരെ അന്തർ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലുണ്ട്. കുട്ടികളെ അടക്കം പീഡിപ്പിച്ചു കൊന്നതുൾപ്പെടെ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾ അതത് മേഖലകളിലെ തൊഴിലാളി ക്യാമ്പുകളോ താമസ സ്ഥലങ്ങളോ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുന്നതിന് പകരം ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ക്രിമിനൽ സംഭവങ്ങളോ ഉണ്ടായാൽ മാത്രം ഉയർത്തെഴുന്നേൽക്കുന്നവരായി അധികൃതർ മാറിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് അധികൃതർക്കും ഇവരുടെ ക്യാമ്പിനെ കുറിച്ച് വിവരമില്ല. അതിനാൽ ക്യാമ്പുകളിൽ പരിശോധന നടത്താനോ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതിനോ കഴിയുന്നില്ല. പലയിടത്തും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ക്യാമ്പുകളുടെ പ്രവർത്തനം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ KSRTC കർശനമാക്കിയ ബ്രെത്ത് അനലൈസർ പരിശോധന ഭയന്ന് ഡ്രൈവർമാർ മുങ്ങുന്നു. ഇതോടെ പലയിടത്തും സർവീസ് മുടങ്ങുന്ന സ്ഥിതിയായി. അനലൈസറിൽ 0 മുകളിൽ റീഡിംഗ് കാണിച്ചാൽ ശിക്ഷ സസ്പെൻഷനാണെന്നാണ് ഡ്രൈവർമാർ എത്താത്തതിന് കാരണം. ബ്രെത്ത് അനലൈസർ പരിശോധനയ്ക്ക് വിജിലൻസ് സംഘം എത്തുന്ന വിവരം അറിഞ്ഞാൽ തലേന്ന് മദ്യപിച്ച ഡ്രൈവർമാർ പോലും ഡ്യൂട്ടിക്ക് എത്താറില്ല. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ ഊതിക്കൽ പരിശോധനയിൽ 100 മില്ലിമീറ്റർ രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് 30 മില്ലിഗ്രാം കടന്നാലേ ശിക്ഷയുള്ളൂ. എന്നാൽ KSRTCയിലെ രീതി അനുസരിച്ച് തലേ ദിവസം മദ്യപിച്ചാൽ പോലും സസ്പെൻഷൻ കിട്ടുമെന്നതാണ് സ്ഥിതിയെന്നും തൊഴിലാളികൾ പറയുന്നു. അതിനാൽ ഡ്രൈവർമാർ അഡീഷണൽ ഡ്യൂട്ടിക്ക് വരാൻ മടിക്കുകയാണ്. പതിവ് ഡ്യൂട്ടിക്ക് പുറമെ അഡീഷണൽ ഡ്യൂട്ടിക്ക് തയ്യാറുള്ള ഡ്രൈവർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് പല ഡിപ്പോകളിലും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ സ്ഥലം മാറ്റത്തിന് ശേഷം ഒട്ടേറെ ഡിപ്പോകളിലും ഡ്രൈവർ ക്ഷാമം രൂക്ഷമാണ്. ഇവിടങ്ങളിൽ സർവീസും മുടങ്ങാറുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.